എന്താ? അത് പിന്നെ നാളെ മുതൽ ചേച്ചിയുടെ മ്യൂസിക് സ്കൂളിൽ ചേച്ചിക്കൊപ്പം ഞാനും കൂടി പോയിക്കോട്ടെ? എന്തിനാ? അത്തരം കാര്യങ്ങളൊന്നും ഇനി വേണ്ട. കുടുംബിനിയായിട്ട് ജീവിച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞതല്ലേ? അച്ഛാ, മ്യൂസിക് സ്കൂളിലൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. ഫിദ മാഡം പ്രത്യേകം പറഞ്ഞിട്ടാ. ഞങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷനിലൊരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുമോന്ന്. അതിന്റെ റിഹേഴ്സലിന് ഇവളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിട്ടാ. അതൊന്നും വേണ്ട മോളെ. കണിമംഗലത്തുകാരുടെ രീതികൾ ഇതിനോടൊന്നും യോജിക്കുന്നതല്ല. അപ്പൊ പിന്നെ നമ്മൾ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്. മാത്രമല്ല, അത്തരം ഒരു കാര്യം പറഞ്ഞ് പുറത്തിറങ്ങിയ പിന്നെ ഇവളുടെ മനസ്സിൽ പഴയതുപോലുള്ള ആഗ്രഹങ്ങൾ വീണ്ടും വരും. അപ്പൊ പിന്നെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും ചെയ്യും. അങ്ങനൊന്നുമില്ല അച്ഛാ. നൃത്തം ഞാൻ പഠിച്ചതല്ലേ. ഒരിക്കലെങ്കിലും ഒരു പെർഫോമൻസിന് എനിക്ക് താല്പര്യം ഉണ്ടാവില്ലേ? അങ്ങനെ പഠിച്ച ഒരുപാട് പേര് ഈ നാട്ടിലുണ്ടാവില്ലേ മോളെ? അതൊക്കെ ഒരു കാലഘട്ടം വരെയാണ്. അത് കഴിഞ്ഞ് കുടുംബജീവിതം തുടങ്ങുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കണം. അച്ഛാ, ഞാനിവൾക്ക് വാക്ക് കൊടുത്തു പോയി. അച്ഛനൊന്ന് സമ്മതിക്കണം. എന്റെ കൂടെയല്ലേ, ഒരു കുഴപ്പം വരാതെ ഞാൻ നോക്കിക്കോളാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ തവണ ഈ കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. പക്ഷേ അതിനൊരു നിബന്ധനയുണ്ട്. ഈ വിവരം കണിമംഗലത്ത് എല്ലാവരോടും പറയാം. അവരെല്ലാവരും മനസ്സറിഞ്ഞ് സമ്മതം തരികയാണെങ്കിൽ മാത്രം വയ്ക്കും. അതല്ല, അവരിൽ ഒരാളെങ്കിലും ഇത് വേണ്ടാന്ന് പറഞ്ഞാൽ അവിടെ വച്ച് ഇത് അവസാനിപ്പിച്ചോണം. എല്ലാവരോടും ചേച്ചി സംസാരിച്ചോളച്ചാ. കലാപരമായ കഴിവുകളെ അച്ഛൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നല്ല. പക്ഷേ അതിലും പ്രധാനപ്പെട്ട കാര്യം ജീവിതമാണ്. അതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഏതായാലും അച്ഛൻ സമ്മതം തരുന്നു. രാധികമോളെ, ഇവിടെ നോക്കിക്കോണേ. അച്ഛന്റെ വാക്കുകൾ എപ്പോഴും എന്റെ മനസ്സിലുണ്ടാവും. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുള്ളൂ.